ആധ്യാത്മിക പഠന പ്രഭാഷണ രംഗത്ത് 2 പതിറ്റാണ്ട് പൂർത്തിയാക്കുകയാണ് ഭാഗവത യജ്ഞാചാര്യയും പ്രഭാഷകയുമായ മിനി മോഹൻ മുംബൈ. ഭാഗവത സപ്താഹങ്ങൾക്ക് യജ്ഞാചാര്യത്വം വഹിക്കുവാനും ഇതര യജ്ഞങ്ങൾക്ക് ഗുരുസ്ഥാനം വഹിക്കുവാനും വനിതകൾ പൊതുവെ വിരളമായിരിക്കെ ഒരു നിയോഗമെന്നവണ്ണം യാദൃച്ഛികമായാണ് മിനി മോഹൻ ഈ രംഗത്തേക്ക് കടന്നു വന്നത്. 2 പതിറ്റാണ്ടിനിടെ മഹാരാഷ്ട്രയിലെയും കേരളത്തിലെയും മഹാക്ഷേത്രങ്ങളടക്കം വലുതും ചെറുതും പ്രസിദ്ധവും അല്ലാത്തവയുമായ അനവധി ക്ഷേത്രങ്ങളിൽ മിനി മോഹൻ 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഭാഗവത സപ്താഹ യജ്ഞങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചു. ഭാഗവത സപ്താഹ യജ്ഞങ്ങൾക്ക് പുറമെ നാരായണീയ രാമായണ സത്രങ്ങളിൽ ആചാര്യത്വം വഹിച്ചു വരികയാണ് മിനി മോഹൻ. വൈക്കം വെച്ചൂർ സ്വദേശിനിയായ മിനി മോഹൻ മുംബൈയിലെ മീര റോഡിലാണ് സ്ഥിരതാമസം. ഭാഗവത ശ്രീ നാരായൺജി സ്വാമികൾ, സ്വാമി ഉദിത് ചൈതന്യ എന്നിവരുടെ ശിഷ്യത്വം സ്വീകരിച്ചാണ് മിനി മോഹൻ ഭാഗവത പഠനം പൂർത്തിയാക്കിയത്. ഈ ഗുരുശ്രേഷ്ഠരുടെ കീഴിൽ യഥാവിധി സമഗ്രവും ഗഹനവുമായ ആധ്യാത്മിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ഭഗവത്ഗീതയിലും രാമായണം, മഹാഭാരതം എന്നിവയിലും ഉപനിഷത്തുകളിലും പാണ്ഡിത്യം നേടി. മഹാരാഷ്ട്രയിലെ നാസിക്, വസായ്, വീരാർ, മുള്ളുണ്ട്, കല്യാൺ, ബോറിവേലി, മീര റോഡ് എന്നിവിടങ്ങളിൽ ആധ്യാത്മിക പഠന കേന്ദ്രങ്ങൾ സ്ഥാപിച്ച് നൂറുകണക്കിന് ആളുകൾക്ക് ശിക്ഷണം നൽകി വരുന്ന മിനി മോഹൻ ഭാഗവത വിചാരധാര എന്ന ആധ്യാത്മിക പഠന കേന്ദ്രത്തിൻ്റെ പ്രധാന ഗുരുവായി പ്രവർത്തിച്ചു വരികയാണ്. നവമാധ്യമങ്ങൾ വഴിയുള്ള ഭാഗവത ആധ്യാത്മിക ക്ലാസുകൾ നടത്തിവരുന്ന മിനി മോഹന് ലോകമെമ്പാടും വിപുലമായ ശിഷ്യസമ്പത്താണുള്ളത്. മുംബൈയിൽ നിന്ന് ജന്മനാടായ വൈക്കം ഉൾപ്പെടുന്ന കോട്ടയം ജില്ലയിലടക്കം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ക്ഷേത്രങ്ങളിൽ മിനി മോഹൻ ഭാഗവത സപ്താഹ യജ്ഞങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചു വരുന്നു. ഇവിടെ വൈക്കത്തെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന സപ്താഹത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഞായറാഴ്ച തുടങ്ങിയതായിട്ടുള്ള 18-ാം തീയതി ഞായറാഴ്ച തുടങ്ങിയതായിട്ടുള്ള ഈ യജ്ഞത്തിൽ പങ്കെടുക്കുന്നവർക്ക് എല്ലാവർക്കും ഭക്തി ഉണ്ടാകും. അതുമാത്രമല്ല, എല്ലാ ഐശ്വര്യങ്ങളും ഭാഗവതത്തിൽ കൂടെ നേടാൻ സാധിക്കും. ഭാഗവതം തന്നെ പറയുകയാണ്, പ്രാണന്തി ശുംഭന്തി പുനന്തി. ആരാണോ ഭാഗവത കഥകൾ കേൾക്കുന്നത് അവർക്ക് പ്രാണശക്തി വർദ്ധിക്കും, ശോഭ വർദ്ധിക്കും, പുനന്തി അതായത് ശുദ്ധി സംഭവിക്കും. ഇതാണ് ഭാഗവതത്തിൻ്റെ മഹത്വം. ഭാഗവതത്തിന് എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കാനുള്ള കഴിവ് ഭാഗവതത്തിനുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഐശ്വര്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഭാഗമായ വടക്കേനട കൃഷ്ണൻ കോവിൽ ക്ഷേത്രത്തിൽ മിനി മോഹൻ ആചാര്യത്വം വഹിക്കുന്ന ഭാഗവത സപ്താഹ യജ്ഞം പുരോഗമിക്കുകയാണ് ഇപ്പോൾ. സങ്കീർണവും കഠിനവും ദുർഗ്രാഹ്യവുമായ വേദാന്ത സമസ്യകളും സംസ്കൃത ശ്ലോകങ്ങളും കൊച്ചുകുട്ടികൾക്ക് പോലും അനായാസം മനസ്സിലാകുന്ന വിധം സരളവും അയത്നലളിതവുമായി വ്യാഖ്യാനിക്കുവാനും വിശദീകരിക്കുവാനുമുള്ള കഴിവാണ് മിനി മോഹനെ ഈ രംഗത്ത് വളരെ വേഗം ശ്രദ്ധേയയാക്കിയത്. മുംബൈയിൽ സ്വന്തം ബിസിനസ് സംരംഭം നടത്തുന്ന ഭർത്താവ് KP മോഹനൻ നായരും ബാങ്ക് ഉദ്യോഗസ്ഥനായ മകൻ മനീഷ് മോഹൻ നായരും നൽകുന്ന ഉറച്ച പിന്തുണയും പ്രോത്സാഹനവും ആധ്യാത്മിക രംഗത്ത് തനിക്ക് താങ്ങും തണലും ആത്മവിശ്വാസവും പകരുന്നതായി മിനി മോഹൻ പറയുന്നു. പ്രവീൺ ഭാസ്കർ, സിറ്റി വോയ്സ്, വൈക്കം.